ഹലോ, ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരോടും സ്നേഹം. എല്ലാവരും വരണം. കുറച്ച് കാര്യം പറയാനാണ് വന്നത്. എന്തെന്നറിയാമോ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നെ ഒരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് അപ്ലോഡ് ചെയ്തു. അപ്പം ഇത് രണ്ടും വന്നിട്ടില്ല. എങ്ങോട്ട് പോയി എന്നറിയാൻ വയ്യ. അങ്ങനത്തെ ഞാൻ അപ്പം ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് കരുതിയിരുന്നു. അപ്പം എനിക്ക് എന്നും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം പുതിയ വീഡിയോ ഇങ്ങനെ അതൊരു പാചക വീഡിയോയാണ്. അത് എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം പറയണോ മോമി, ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് പറയണമെന്ന് തോന്നിയത്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാവേ. നമ്മളെ കടയ്ക്കൽ കൊല്ലം ജില്ലയിലെ കടയ്ക്കലുള്ള ഒരു വ്യക്തി, പിന്നെ എന്താണ്, പുള്ളിക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആളുടെ ഒരു വീഡിയോ ചെറിയ ഒരു അല്പം മാത്രം ഞാൻ കണ്ടിട്ട് ഞാൻ മാറ്റി. ആൾ പറയുന്നത് ആരോപണങ്ങളാണ്. നമുക്കറിയില്ല. ഭാര്യയെ നമ്പറിൽ വിളിക്കുന്നു, ഒരാളുടെ പേരൊക്കെ പറയുന്നു, ചിതറയുള്ള അതൊന്നും പേര് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിക്കാരൻ വളരെ നിസ്സഹായനായിട്ട് വീഡിയോ ചെയ്തതുപോലെ തോന്നി. ആൾ പറഞ്ഞിങ്ങനെയാണ്, പിന്നെ എൻ്റെ കുടുംബം തകർത്തത് ഈ വ്യക്തിയാണ്, എൻ്റെ ഭാര്യയെ വിളിക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വളരെ നിസ്സഹായനായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വായിച്ചു. വീഡിയോ കാണാതെ കമൻറ്റ് ഞാൻ വായിച്ചു. എന്തിനു ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നത്, ഫീരുമല്ലേ, അവർ പോയെങ്കിൽ പോട്ടെ എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ചേർത്ത് പിടിക്കാൻ മനുഷ്യരില്ലെങ്കിൽ, നമ്മളെ ഒറ്റപ്പെടുത്തി മനുഷ്യർ ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മളെ ഇനി വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ മനുഷ്യർ തകർന്ന് തരിപ്പണമാവും. അപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യ എന്തിനു ചെയ്തു, ഫീരുമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആ നിമിഷം നമ്മൾ ചെന്ന് നിൽക്കണം. വളരെ ഈ പ്രണയത്തിൽ മരിച്ചു പോകുന്ന മനുഷ്യരില്ലേ, പ്രണയം കൊണ്ട് മരിച്ചു പോകുന്ന മനുഷ്യർ, അവരെന്ന് വെച്ചാൽ പിന്നെ എന്തിന് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഒരാളെ കിട്ടിയില്ലെന്ന് വെച്ചിട്ട് മരിച്ചു പോകുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോകും മരിച്ചു കളയുന്ന മനുഷ്യർ. ഈ കഴിഞ്ഞിടത്ത് ഒരു ആക്സിഡൻറ്റിൽ പ്രതിശ്രുത വരൻ മരിച്ചത് മൂലം വധു ആത്മഹത്യ ചെയ്തു. അവളുടെ മാതാപിതാക്കളെ ആരെയും നോക്കിയില്ല, അവൾ ആ പ്രണയത്തെ മാത്രമാണ് നോക്കിയത്. അപ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ ആശ്രയിക്കപ്പെട്ട് സ്നേഹിച്ച് ജീവിതം അതാണെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ അവരെ ഫീൽക്കളെന്ന് വിളിക്കാൻ പറ്റില്ല, അവരെ ചേർത്ത് പിടിക്കണം. ഇപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും, അയ്യോ നമ്മൾ ചേർത്ത് പിടിച്ചതായിരുന്നു, നമ്മുടെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഒരു ചുക്കും ചെയ്യത്തില്ല. അവരൊരു കാര്യം പറയുമ്പോൾ അതിനെ വിമർശിച്ച് അവരെന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കള്ളമാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ് കൂടുതലെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ ഒപ്പം നിന്നിട്ട് നമ്മളുടെ അടുത്ത് സ്നേഹമായിട്ട് നിന്നിട്ട് പിന്നെ നമുക്കെതിരെ പറയുന്ന മനുഷ്യർ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറി സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യർ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകുന്ന മനുഷ്യരൊക്കെ ഉണ്ടായാൽ മാത്രമേ ഇവിടെ ആത്മഹത്യയൊക്കെ കുറയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ എന്താണ്, ഫോൺ വിളിച്ച് ഭർത്താവിൻ്റെ ഫോൺ വിളി കാരണം ഭാര്യയുടെ ഫോൺ വിളി കാരണം ഭർത്താവ് ഇങ്ങനെ ആത്മഹത്യ കൂടുന്നു. അത് അവിഹിതം എന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുകയും അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കെ മൂന്നാമതൊരാൾ അവിടേക്ക് കയറി വരികയും അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കെ മൂന്നാമതൊരാൾ കയറി വരികയും അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നതിനെ അവിടെയാണ് അവിഹിതം എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ ചില സ്ത്രീകൾ ഭർത്താക്കന്മാരില്ലാതെ ജീവിക്കും. അവർ മറ്റൊരാളോട് സ്നേഹമാവുന്നത് അവർക്കൊരു സംരക്ഷണം ആവശ്യം തോന്നിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്നേഹം ആയിട്ടായിരിക്കും. അപ്പോൾ അതിനെ അവിഹിതം എന്ന് പറയാൻ പറ്റുമോ? അതിനെ അവിഹിതം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് പറയാൻ. അപ്പോൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ്സ് ആയി. എനിക്ക് ആദ്യം എന്നെ ടച്ച് ചെയ്തു, എന്നെ ഹൃദയത്തിൽ കുത്തി കയറിയ ഒരു വീഡിയോ ആണ്. ഒരുപാട് യൂട്യൂബർമാരൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ കുടുംബം അമ്മ ഫിഷ് എടുത്ത് മക്കളെയും കൊണ്ട് ഫിഷ് എടുത്ത് കിടന്നപ്പോൾ അവർക്ക് ഒരാൾ താങ്ങായി ഒരു പുരുഷൻ വരികയും അവരുടെ കുട്ടികളുടെ അച്ഛനായി. ആൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അവരെ കൂടെ നിൽക്കുകയും ഇപ്പോഴും ആൾ ഭയങ്കര അച്ഛാന്ന് മക്കൾ വിളിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ആ വീഡിയോ ഒക്കെ വൈറലായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കും. ഒരു സ്ത്രീയുടെ അവിഹിതമല്ല, അവരെ ആ മക്കളെയും കൂടെ ചേർത്ത് പിടിച്ചത് ഭയങ്കര കാര്യമാണ്. അങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന കുറേ വിവാഹം കഴിക്കാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ പുരുഷന്മാർ തന്നെയാണ് കേട്ടോ സ്ത്രീകളെ, വലിയ മക്കളൊക്കെ ഉണ്ട്, ആരും ഇല്ലാതെ വരുമ്പോൾ ഉപേക്ഷിച്ച് കളയാതെ കൂടെ കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ചേർത്ത് പിടികളാണ്. അതൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ കൂടെ നിൽക്കുന്നതാണ്. അതിനെയൊക്കെ മാറി നിന്ന് കളിയാക്കുകയും എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ പറയുകയും ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി പണി നോക്കാൻ പറയാനേ തരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം, ഇപ്പോൾ
പൈസ കൊടുത്ത് ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല എന്ന സ്ഥിതിയാണ് ഇന്നത്തെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഷെയറായിട്ടോ ഒരു പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു പിടി ആഹാരമായിട്ടോ ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. അങ്ങനെ പറയുമ്പോൾ ചിലർ പറ്റിക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് കള്ളം പറഞ്ഞ് ആൾക്കാരെ വഞ്ചിച്ച് പൈസയൊക്കെ പറ്റിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞൊരു ദിവസം നമുക്കുണ്ടായ അനുഭവം പറയാം. നമ്മളിപ്പോൾ 2 ദിവസത്തെ ഏർലി ബേഡ് പ്ലാൻ എന്ന് പറയുന്നത് 13-ാം തീയതി മുതലാണ് ഇട്ട് തുടങ്ങിയത്, മെയ്. അപ്പോൾ അപ്പോഴും നമുക്കൊരു ഫോൺ വന്നു, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മൊത്തം പൈസയും ഞങ്ങൾ തരാം, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് ഉള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങൾ ആരുടെടുത്തും പിന്നെ ഈ പ്ലാൻ എടുക്കണ്ട, എല്ലാ പ്ലാനും ഞങ്ങൾ അങ്ങ് ശരിയാക്കാം, സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ വരികയും അത് കഴിഞ്ഞിട്ട് അവർ തന്നെ പിന്നെയും വിളിക്കുകയും, അപ്പോൾ നമുക്ക് നൈമിത്ര കൊണ്ട് ആണ് അവർ പറയുന്നത്, നൈമിത്ര കൊണ്ട് അവരെ ചെയ്തു തരാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ അടുത്തത് പറയുന്നത് അവർ നേരിൽ വന്ന് കാണണം, അപ്പോൾ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം പൈസ, യാത്രാ ചിലവ് 3000-4000 എന്നങ്ങാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറ്റി. അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഓഫ് ചെയ്ത് വിട്ടു. അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ കള്ളത്തരങ്ങളാണ്, മായമാണ്, അവിടെ ഇവിടെ മൊത്തം അതാണ്. അപ്പോൾ ആർക്കും ആരെയും വിശ്വാസമല്ല. ഇപ്പം ഞാൻ തന്നെ ഏർലി ബേഡ് പ്ലാനിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എത്രയോ പേര് ഇതിൻ്റെ കുറേ നാളുകൾക്ക് മുമ്പ് ബിസിനസ്സിനെ കുറിച്ച് ഇട്ടില്ലേ, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഇപ്പോൾ സ്വന്തം കാര്യത്തിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെയും അത് പറയേണ്ട ആവശ്യമില്ല. ബിസിനസ്സിനെ കുറിച്ച് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു 12 പേര് പിന്നെ ഒരു 2-3 പേര് ഈ പ്ലാൻ എടുക്കാതെ ദീജ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് കട തുടങ്ങുമെന്നും പറഞ്ഞ് 2-3 പേര് കൂടെ ഹെൽപ്പ് ചെയ്ത്, അതിൽ പ്രിയപ്പെട്ട റിങ്കു ഉണ്ട്, അങ്ങനെ കുറച്ച് പേര്, പിന്നെ സേതു ഉണ്ട്, സേതുശ്രീ, പിന്നെ അങ്ങനെ പിന്നെ ഒരാളും കൂടെ ഉണ്ട് അവരെ. അപ്പോൾ എനിക്ക് പേര് പെട്ടെന്ന് കിട്ടിയില്ലെന്നില്ല കേട്ടോ. അവർ കട തുടങ്ങുമെന്നും പറഞ്ഞിട്ട് ഒന്നല്ല അത് 2 പേര് 1000 രൂപ വീതം എൻ്റെ ഇതിലോട്ട് അയച്ചു തന്ന് കട തുടങ്ങും, ഞങ്ങളുടെ ഒരു ചെറിയൊരു ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആ പ്ലാൻ്റെ കൂടെ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കതെല്ലാം പോയി. അങ്ങനെയാണ് നമ്മളിങ്ങനെ ആയതും. അപ്പോൾ ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്തിട്ടാണ്, എന്നിട്ട് വരെ നമ്മളെ കള്ളമാണ്, പറ്റിപ്പാണ്, കൈ നീട്ടുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നില്ലേ. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് എന്തും ഇരുന്ന് പറയാം. ഈ പറയുന്ന ആൾക്കാരെ ഇപ്പോൾ സ്വന്തക്കാരും ബന്ധുക്കളും തന്നെ ആയാലും ഇവരാരെങ്കിലും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് സമയത്ത്, ഈ ജീവിതത്തിൽ ബുദ്ധിമുട്ട് സമയത്ത് നമുക്ക് ഒപ്പം നിൽക്കുന്ന എന്തു തന്നെ വഴക്കോ പ്രശ്നമോ ദേഷ്യമോ ആയിക്കോട്ടെ, ഞങ്ങളുടെ സഹോദരങ്ങൾ വേദനയിലായിരിക്കുകയാണ്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞ് കൂടെ നിൽക്കുന്നവരാരോ അവരാണ് സഹോദരങ്ങളെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏതെങ്കിലും തരത്തിൽ വെറുപ്പ്, ദേഷ്യം, വൈരാഗ്യം ഒക്കെ ആയിട്ടിരിക്കുന്നവരോടൊക്കെ പറയാനുള്ള, നമ്മൾ ആ വാഴ സിനിമയിലെ ആ ഒരു ബിരിക്കുട്ടൻ്റെ ചേട്ടൻ പറയില്ലേ, അതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ ഇരിക്കുക, അല്ലാതെ നമ്മൾ എന്താണ് ചുമ്മാ വെറുതെ വൈരാഗ്യം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം ആപത്ഘട്ടങ്ങളിൽ അത് പൈസയായിട്ട് മാത്രമല്ല കേട്ടോ, വാക്കുകളായിട്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഒരു സ്ഥലത്തും കള്ളത്തരമോ മായമോ ഒന്നുമില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇപ്പോൾ എത്ര പേര് കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്നാലും ഞാൻ ഇട്ടേണേ. ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഒന്നും കൂടി പറയാം, എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ, ലോകത്ത് എവിടെ നിന്ന് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടത് ഒരു 1000 രൂപയുടെ പ്ലാൻ എടുക്കുക. ഈ 1000 രൂപയുടെ പ്ലാനിൽ പിന്നെ 6 മാസം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 1600 രൂപയുടെ നൈമിത്ര പ്രോഡക്റ്റ് തരും. നൈമിത്രയിൽ ഇടിയിറച്ചികൾ, ചിക്കനിലും ബീഫിലും ചമ്മന്തിപ്പൊടികൾ, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ഡ്രൈ ഫ്രൈ, ബീഫ് അച്ചാർ, മീനച്ചാർ, പിന്നെ മാങ്ങ, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പുളിയിഞ്ചി തുടങ്ങിയ അച്ചാറുകളൊക്കെ ഉണ്ട്. 6 മാസം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 1600 രൂപയുടെ പ്രോഡക്റ്റ് തരും. അത് വിശ്വാസമുള്ളവർക്കാണല്ലോ ചെയ്യാൻ പറ്റുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നവർക്ക്, ഞങ്ങളുടെ കയ്യിൽ ഒരുമിച്ച് പൈസ എടുക്കാനായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോരുത്തരും ഹൗസിംഗ് ലോൺ മറ്റൊക്കെ എടുത്താണല്ലോ വെക്കുന്നത്. നമുക്ക് ഹൗസിംഗ് ലോണിലോട്ട് പോകാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ എന്താണ് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ എനിക്ക് അതില്ല, നമ്മൾ തന്നെ നൈമിത്ര ചെയ്യുന്നതല്ലേ, അപ്പോൾ അങ്ങനെ എനിക്ക് കൊടുക്കാനില്ല. അപ്പോൾ എനിക്ക് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയാലും നമുക്കൊരു പിന്നെ ഷോപ്പല്ല, നമുക്കൊരു അടുക്കള, നൈമിത്രയ്ക്ക് ഒരു ഷെഡ്, ഒരു അടുക്കളയും ഒരു 2 മുറി, എൻ്റെ വീൽ ചെയർ ഓടുന്ന ഒരു 2 മുറിയും ഒരടുക്കളയും ആണ് ഞങ്ങൾ നോക്കുന്നത്, ഒരു ബാത്റൂമും. അപ്പോൾ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് ഒരു കിണർ കുഴിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കല്ലിടാനോ ഒക്കെ ആവും. അപ്പോൾ ഈ 1000 രൂപ വെച്ച് 1,00,000 പേര് തന്ന 100 പേര് തന്നാൽ 1,00,000 രൂപയല്ലേ ആവുള്ളൂ. അപ്പോൾ 250 പേരെങ്കിലും തന്നാലോ എനിക്ക് കിണർ കുഴിപ്പിക്കാൻ പറ്റും, എനിക്ക് പിന്നെ ഷെഡ് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ ഇത് രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ലോണൊക്കെ ശരിയാവുകയാണെങ്കിൽ അപ്പോൾ വീടും വെച്ചെടുക്കാം, ഈ വാടക വീടിൻ്റെ സ്വാതന്ത്ര്യവും പോകും. അപ്പോൾ അതാണ് പ്ലാൻ കേട്ടോ. ഏർലി ബേഡ് പ്ലാനാണ്. 7902375735 ഇന്ന് ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ എല്ലാവരും പറഞ്ഞുതരാം. കുറേ പേര് കേട്ടോ, കുറേ പേര് കൂടെ നിന്നു. എല്ലാവരുടെയും ഞാൻ പറയും. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയും ഇന്ദു ചേച്ചിയും അച്ഛനും പിന്നെ കുറേ പേരും കേട്ടോ, കുറേ പേര് എനിക്ക് പേരുകൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർത്ത് പിടിക്കുകയാണ്. അത് വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളൊരു 250 പേരെങ്കിലും ആക്കി തരണം കേട്ടോ. 250 പേരാകുമ്പോൾ എനിക്ക് ഈ ഷെഡും വെച്ച് കിണറും ഇങ്ങനെ കുഴിച്ചെടുക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ എനിക്ക് വീട് കിട്ടിയ. അപ്പോൾ 250 പേരെന്ന് പറയുന്ന ടാസ്ക് വലുതാണ്. അപ്പോൾ ഈ ഒരാഴ്ച, അപ്പം അടുത്ത മാസം തരാമെന്ന് 5-6 പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ അടുത്ത മാസം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്കൂൾ തുറപ്പായതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് അടുത്ത മാസത്തിൽ അത് പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് നമ്മളെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ചിലവായി പോയാൽ അടുത്ത മാസവും ഞാൻ ഇനി 1000 രൂപ വെച്ച് പിരിച്ചിട്ട് അത് 3, 4, 5, 10 പേര് തരുമായിരിക്കും ഇല്ലേ. അപ്പോഴത്തേക്കും അത് നമുക്കൊണ്ട് ഉപയോഗമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ 1000 രൂപ മുടക്കാൻ പറ്റുന്നവർ തരണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട രഞ്ജിനി, അവൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര്, എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല. ഇന്ന് എനിക്ക് പ്രിയപ്പെട്ട ശൈലജ ചേച്ചി പിന്നെ എറണാകുളത്ത് നിന്നിട്ട് പിന്നെ ഇവിടെ വന്നു, ഞാൻ കണ്ടു. ശൈലജ ചേച്ചിക്കും അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ ചേർത്ത് പിടിക്കണം മനുഷ്യന്മാരെ. അവർ തകർച്ചയിലാണോ എന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നതെന്ന്, അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന്, അവർ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന് ആലോചിക്കണം. പിന്നെ നമ്മൾ വലിയ ആരെയും ദ്രോഹിക്കാത്ത പക്ഷേ എനിക്ക് ഒരു ശത്രുക്കളും ഇല്ല ഈ ലോകത്ത്. ഞാൻ ശത്രുപട്ടികയിലാണെന്ന് ആരെങ്കിലും കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, എനിക്ക് ഒരു ശത്രുക്കളും ഇല്ല. എൻ്റെ മനസ്സിൽ ഒരിടത്ത് പോലും ആരെടുത്ത് കയറുവോ പിണക്കമോ ഇല്ല. അത് പ്രത്യേകം പറയാം. പിന്നെ മിണ്ടണ്ടെന്ന് വിചാരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, അവരോട് മിണ്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ ഞങ്ങളോട് മിണ്ടുന്നില്ല, ഞങ്ങൾ അവരോട് മിണ്ടുന്നില്ല, അങ്ങനെ പോവുകയാണ്. അത്രയേ ഉള്ളൂ. ആരെടുത്തും വൈരാഗ്യമില്ല. കാരണം ആരുടെയും മുകളിലല്ല ഞാൻ. താഴെയാണ്, ഒരുപാട് താഴെയാണ്. താഴെ എന്ന് പറഞ്ഞാൽ വെറും അങ്ങനെയാണ്. അങ്ങനെ കരുതിയാൽ മതി. അങ്ങനെയാണ് പോകാൻ താല്പര്യം. അല്ലാതെ ഞാൻ മുകളിലല്ല, ഞാനെന്ന ഭാവവും ഇല്ല. അപ്പോൾ ഒരുപാട് ഇഷ്ടം. ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. ഒരുപാട് ഇഷ്ടം. ഇല്ല.